അപ്പോൾ നമ്മുടെ വെണ്ണിക്കുളത്തെ വീഡിയോ ബാക്കി റൂംസിന്റെ വീഡിയോയിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു പാനലിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ കിച്ചണിൽ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ബാർ കൗണ്ടർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് നല്ലൊരു ലൂവേഴ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ബ്ലാക്ക് ഗ്ലാസ് ആണ്. അപ്പൊ നമുക്കിനി റൂമിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോകട്ടെ. അപ്പൊ ഇത് പാരന്റ്സ് ബെഡ് ആണ്. അപ്പൊ നമ്മൾ പാരന്റ്സ് ബെഡിൽ തന്നെ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ ഹാങ്ങിങ് ബാഗ്സും ഹാങ്ങിങ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. അതിനുശേഷം 2 ഡോർ വാർഡ്രോബ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡ്രോസും എല്ലാം കൊടുത്ത് ഇവിടെ ഒരു സ്റ്റഡിയുടെ ഉള്ളൊരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൂവേഴ്സും 2 ക്യാബിൻസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ PVCയുടെ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം കളറിനനുസരിച്ച് കർട്ടനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബാത്റൂംസിലാണെങ്കിലും വാഷ് കൗണ്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മാസ്റ്റർ ബെഡിലേക്ക് പോവാം. നല്ല ലോഫ്റ്റ് ആണെങ്കിൽ തന്നെ മെറീനോടെ ഐറിഷ് ക്രീം എന്ന് പറയുന്ന ലാമിനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് മാറ്റ്. അപ്പൊ മാസ്റ്റർ ബെഡിലേക്ക് നമുക്ക് കയറാം. ഇതാണ് മാസ്റ്റർ ബെഡ് വരുന്നത്. മാസ്റ്റർ ബെഡിൽ നല്ല ഭംഗിയിലുള്ളൊരു ബേവിൻഡോ കൊടുത്തിട്ടുണ്ട്. ആ ബേവിൻഡോയുടെ 2-3 സൈഡിലായിട്ട് നമ്മൾ PVCയുടെ ലൂവേഴ്സ് കൊടുത്തിട്ടാണ് ഈ ബേവിൻഡോ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ സാറിന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റഡി ടേബിള്, അതിന്റെ മുകളിൽ ഫയൽ അതുപോലുള്ള സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ്, ഒരു ഡബിൾ തിക്നെസ് ലെഡ്ജ് നമ്മൾ ടോട്ടലി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഫോട്ടോസും കാര്യങ്ങളും. ഇതാണ് നമ്മുടെ ഈ വീടിന്റെ ഓണർ കേട്ടോ, ബിജു സാറ് വൃന്ദാവിടും. അപ്പോൾ നല്ല ഭംഗിയിലുള്ളൊരു എന്താ പറയാ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു ടോള് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ 3 ഡ്രോവേഴ്സ് ആണ് അതിന്റെ ലോഫ്റ്റ്. ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോൾ ഇതാണ് നമ്മുടെ വാർഡ്രോബ്സ്. 4 ഡോർ വാർഡ്രോബ്സ് വിത്ത് സൈഡ് ഹാങ്ങിങ് ബാഗ് ഇടാനായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറേജ്. അപ്പോൾ വാർഡ്രോബ്സിന്റെ ഇൻസൈഡ് ആണ് തന്നെ ഇതാ കേട്ടോ, ലോക്ക് വെച്ചിട്ടുള്ള 2 ഡ്രോവർ, അതുകൂടാതെ 2 എക്സ്ട്രാ വേറെ ഡ്രോവേഴ്സ്, ഹാങ്ങിങ്ങിനുള്ള പ്രൊവിഷനാണ്. സെയിം അതേ പാറ്റേണിൽ തന്നെ ഹാങ്ങിങ് എല്ലാം കൊടുത്തിട്ട് ഈ 2 പേർക്കും രണ്ടായിട്ടുള്ള രീതിയിലുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. 2 ഡോറ് മാഡത്തിനും 2 ഡോറ് സാറിനും. അപ്പൊ ഇതിന്റെ ടോട്ടൽ ബാഗ് ഐറ്റംസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ലോഫ്റ്റിലും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ബാ, അവിടെയാണ് നമുക്ക് വോക്കിംഗ് വാർഡ്രോബ്സ് എല്ലാം ഉള്ളത്. ബാ, അപ്പോ നമുക്ക് മേളത്തെ വോക്കിംഗ് വാർഡ്രോബ്സ് ഉണ്ടല്ലോ. ബാ, ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഭംഗിയിലുള്ള ഒരു ലൂവർ കൊടുത്തിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നേരെ നമ്മുടെ കയറുന്നത് ഇവിടുത്തെ മേഡത്തിന് മോന്റെ റൂമിലേക്കാണ്. നമുക്ക് അങ്ങോട്ട് കയറാം. ഫസ്റ്റ് ഇവിടെ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നല്ല ഭംഗിയിലുള്ളൊരു സ്റ്റഡി യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റഡി യൂണിറ്റിന്റെ താഴെയാണെങ്കിൽ നല്ല ഡ്രോവേഴ്സ്, പിന്നെ ഓപ്പൺ സ്പേസ്, ഒരു ഓപ്പൺ റാക്കും ബുക്കും അതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. ലോഫ്റ്റ് നമ്മൾ ഇതിനകത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഒത്തിരി സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നേരെ കൂടുന്ന നമ്മുടെ വാർഡ്രോബ്സിലേക്ക് കേട്ടോ. ആ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നല്ല ഭംഗിയിലുള്ള 2 ബ്ലാക്ക് ഗ്ലാസ് അലൂമിനിയം, ഇതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഫുള്ള് ലോഫ്റ്റ് നമ്മൾ കൊടുത്ത് ഇത് വോക്കിംഗ് വാർഡ്രോബ്സ് ആയതുകൊണ്ട് ഇത് ഹാങ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഇവിടം തൊട്ട് ഇവിടം വരെ. അതിൽ നല്ല ഭംഗിയിൽ നല്ല പ്രൊഫൈൽ ലൈറ്റ് ആണെങ്കിലും ബ്ലൂ ഇട്ട് ഫ്ലഷ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നേരെ നല്ലൊരു ഭംഗിയിലുള്ള ഫുൾ ലെങ്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. ആ മിററിന്റെ ഈ സൈഡ് നമ്മൾ എന്താ പറയാ, ഇതേപോലെ അലൂമിനിയം ബ്ലാക്ക്, ഏകദേശം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന അലൂമിനിയം ബ്ലാക്ക് ഗ്ലാസ്, ലൈറ്റ് നല്ല ഭംഗിയുള്ള പ്രൊഫൈല്, വലിയ ലെങ്തിലുള്ള ഡ്രോവേഴ്സ് കൊടുത്തേക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ 2 സൈഡിലും 6 ഡ്രോവേഴ്സ് കൊടുത്ത്. ഇത്രയും ലെങ്ത് ഡ്രോവേഴ്സ് പറയുമ്പോൾ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് കൊള്ളും.
പിന്നെ ഇതേപോലെ അലൂമിനിയം ഗ്ലാസ്. അപ്പോൾ ഈ വീടിന്റെ വിശേഷം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വേറൊരു പ്രൊജക്റ്റിന്റെ താഴെ തന്നെ നടപ്പുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ, വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് ഹൗസ് വാമിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ദിവസം വന്നിട്ട് അതിന്റെ വീഡിയോ ഞാൻ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള എല്ലാ വീഡിയോസും ഞാൻ ഇന്ത്യ അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും ഇന്ത്യയുടെ സംബന്ധമായ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഇതിൻ്റെ അടിയിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. താങ്ക് യു വെരി മച്ച്.